ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ഡെയിലി വ്ളോഗ്സ് എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ വാമി എന്തൊക്കെ സംസാരിച്ചിട്ട് എനിക്ക് ആ ഒരു കോൺസെൻട്രേഷൻ ലെവൽ കിട്ടിയില്ല കേട്ടോ. കാരണം ഇന്നിപ്പോൾ നമ്മൾ വല്യച്ഛൻ്റെ വീട്ടിലാണ് ഓണം നടക്കുന്നത്. നമ്മൾ വന്ന അന്ന് തറവാട്ടിലായിരുന്നു ഓണം ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വല്യച്ഛൻ്റെ വീട്ടിലാണ് ആൻഡ് ഇന്ന് എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലാണ്, ബട്ട് ഇന്നലെ വല്യച്ഛൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അനിയത്തിയും എല്ലാവരും രാവിലെ എണീച്ചിട്ട് പൂക്കളിടാൻ പോയിരിക്കുകയാണ്. പൂക്കളം പണ്ടൊന്നും ഞാൻ അങ്ങനെ പൂക്കളം എല്ലാവരും നല്ല നീറ്റായിട്ടൊന്നും ഇടാറില്ല. ബട്ട് ഇപ്പം ഞങ്ങൾ പൂക്കളത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര പ്രോ ആണ്. ഞാൻ അങ്ങനെ പൂക്കളം പേഴ്സണല്ല കേട്ടോ. എനിക്കങ്ങനെ പൂക്കളൊന്നും അങ്ങനെ വലിയ ഇഷ്ടമില്ല. അപ്പം ഞാൻ ആ സെക്ഷനിലേക്ക് പോകാറില്ല. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഓരോ പണികളൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇരിക്കും, കുട്ടികളൊക്കെ നോക്കിയിട്ട് അങ്ങനെ എൻജോയ് ചെയ്തിരിക്കും, വീഡിയോ ഒക്കെ എടുത്ത് നടക്കും. അപ്പോൾ അനിയത്തിയും വലിയേട്ടന്, ശ്രീനേട്ടൻ, പപ്പി, മനുവേട്ടൻ, ആദി, ജിംബു, അപ്പു, വാമി, ബാക്കി എല്ലാവരും, ഞാനൊഴികെ ബാക്കി എല്ലാവരും പൂക്കളിടാനൊക്കെ ഇരിക്കും കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ വല്യച്ഛൻ്റെ വീട്ടിലാണ്. ആൻഡ് സദ്യ കഴിച്ച് മതിയായതുകൊണ്ട് ഇന്നിപ്പോൾ ചിക്കൻ ബിരിയാണിയാണ്, അത് ഓർഡർ ചെയ്യാണ് കേട്ടോ. അമ്മമാർക്ക് റെസ്റ്റിംഗ് ആണ് ഇന്ന്, തിരുവോണത്തിനും റെസ്റ്റിംഗ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പം ഇന്ന് ഞങ്ങൾ കുറച്ച് എന്താ പറയുക, ഓണവിശേഷങ്ങൾ കാണിക്കാം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓണാഘോഷ പരിപാടികൾ കാണിക്കാം. അപ്പോൾ അതൊക്കെ കണ്ടൊന്ന് എൻജോയ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ വെറുതെ എന്താ പറയുക വോയിസ് ഓവർ കൊടുത്ത് കൊള്ളാക്കുന്നില്ല. ഞാനൊന്ന് ഒരു റിയൽ എന്താ പറയുക വോയിസ് അങ്ങ് കണ്ടോളൂ. എൻ്റെ അടിപൊളി ഗെയിംസൊക്കെ ഇതിലുണ്ട് കേട്ടോ. നാരങ്ങ സ്പൂണൊക്കെ ഞാൻ തകർത്തെടുത്തിട്ടുണ്ട്, ഒരു കപ്പും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. വടംവലിയിലും ഞങ്ങൾ ഫസ്റ്റ് അടിച്ചു, പക്ഷേ അതിന് ഗിഫ്റ്റൊന്നും കിട്ടിയില്ല, ഒരു കപ്പ് കിട്ടി കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ. ഇവിടെയാണോ ഈ ചവിട്ടിയിട, എന്നിട്ട് ഈ ചവിട്ടിയാണ് താതിക്കിട്ടാ മതി. അപ്പൂനമ്മ അമ്മ കൊടുന്നില്ലേ? സോറി അപ്പു, അപ്പൂനമ്മ ഇപ്പൊ എടുത്തിട്ട് വരാം കേട്ടോ. സോറി അപ്പു, അമ്മോട് ക്ഷമിക്ക്, സോറി. കഥയല്ലേ, ഓണല്ലേ, ഹാപ്പി ഓണം. ഗിഫ്റ്റ് കിട്ടുമ്പോ ഹാപ്പി ആവോ? ബലൂണൊന്ന് വീർപ്പിച്ച് പൊട്ടിക്കേണ്ടി വരും കേട്ടോ, പൊട്ടിപ്പിക്കേണ്ടി വരും. വീർപ്പിച്ച് പൊട്ടിക്കണം പറ്റുമോ? ഊതി 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 പൊട്ടിക്കണം പറ്റുമോ? ആ നോക്കാം. ആ അല്ലെങ്കിൽ ഇരുന്ന് പൊട്ടിക്കണം പറ്റുമോ? ബലൂൺ ഇരുന്ന് പൊട്ടിക്കുവോ? അമ്മ കത്രിക തരാം, കത്രിക തരാം, കാണാൻ കത്രിക അല്ല മുട്ടിയനെ. അപ്പൊ ചേച്ചി കത്രിക കൊടുക്കുവോന്ന് അപ്പൂനോട് കാണിക്കണ. അപ്പൂനെ തള്ളി മാറ്റിട്ട് കത്രിക ചോദിക്കുക. എന്താ ചേച്ചിമാരൊക്കെ ഡ്യൂട്ടി മാറി, നമ്മളെ ഡ്യൂട്ടിക്ക് മാറിട്ടോ. ആദ്യം ഫുഡ് അടി. അപ്പൂന് ഫുഡ് കണ്ടിട്ടെ. എന്താ ഫുഡ് കഴിക്കാത്ത അമ്മോ? ദോശ ചൂടുള്ളത് എങ്ങനെ ഉണ്ടാ? ഓട്ടോഷ ദാട്ട ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ കഴിക്കുകയും ചെയ്ത പൂക്കളുണ്ടോന്ന് ചെയ്തു കേട്ടോ. തരാ ചേച്ചിക്ക് കുറച്ചുകൂടിയും കാര്യം കിടക്കല്ലേ. ചേടി വേണ്ടതേ കേട്ടതിന് ചേടാ. നീ കൈ പിടിച്ച് മുറുക്കിയത് ഇവിടെ വെക്ക്. അതാ വണ്ടി കണ്ടു പോവാ. പൂക്കളിടലൊക്കെ തയ്യാറും കഴിഞ്ഞു കേട്ടോ. ജിംബു അത് നോക്ക്, ജിംബു കണ്ണു എവിടിച്ചു പോണേ. ജൂലിയ, ജൂലിന് വേണ, ജൂലിന് വേണ ഇവിടെ വരുമ്പോ
ജിംബു ജിംബുവേ ജിംബു വലിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് സജഷൻ ഗെയിം സജഷൻ പുതിയത് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറയൂ. വെച്ചിട്ട് അങ്കന പാട്ട് അതാ റീൽസ് കേട്ടോ. അതന്നെ അതന്നെ. പപ്പയെ ഒന്നിങ്ങോട്ട് ചെയ്യിക്കോ. മതി മതി. ചേച്ച നോക്കി തരുവാണോ ഓണായിട്ട് പറയൂ. നീ പറയൂ അപ്പോഴും രസം. ഞങ്ങളിതൊരു കുളിമേളാണ്, കുളിമേളം. ഓക്കെ ഓക്കെ ഗൈസ്, ഞങ്ങളിതൊരു കുളിമേളാണ്. ആദ്യം ഇഹുവിനെ കുളിപ്പിക്കുക. ആ ബാമീനെ അപ്പൂരും ആദ്യം ചിഞ്ചു ആദ്യം ഇതിനെ റെഡിയാക്കിട്ട് പോവാനായിട്ടാ. ശരി, അത് പിന്നെ ആരോപ്പം പോകുമല്ലോ. ഓക്കെ, ഇന്നലെ ട്രൗസർ ഗൈസ് നമ്മൾ അപ്പക്കുട്ടിന്റെ കുളി കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് അറിയണ്ടായിരുന്നില്ല അവിടെ വേദനിക്കും. മമ്മീന്റെ ട്രൗസർ വന്നു. ലിപ്സ്റ്റിക് മല്ലെന്നല്ലേ മുഖ്യമന്ത്രി സതീശൻ ഹോം മെയ്ഡ് ഒക്കെ. ഇത് ഹോം മെയ്ഡാ കേട്ടോ. വേണ്ട വേണ്ട പിന്നീട് വേണം. ഇതെന്തത് നൈസ്റ്റാ, അടിപൊളിയായിട്ടുണ്ട് സുന്ദരി കുട്ടികൾ. അതെ, ഇനിയൊരു കാര്യം ഞാൻ പറയാം. വൃത്തിയായിട്ട് പാവാടൊക്കെ പൊക്കിയിട്ട് സൂക്ഷിച്ച് നടക്കണം കേട്ടോ രണ്ടാളും. ഓക്കെ, അതെ കാശ് തന്നോട്ടോ സാരി എടുത്ത് തന്നേനെ. ഇതാട്ടാ. ആ ടേബിളിന്റെ മുകളിൽ ഇരുന്നല്ലോ. ബ്ലാക്ക് ഷർട്ട് എല്ലാം എണ്ണത്തിന് റെഡിയാക്കി കിട്ടുമെങ്കിൽ ജിംബു അമ്മുട്ടി വരാനുണ്ട്. അവരെപ്പോഴും എത്തുകയെന്തോ. എന്നാലും ജിംബുവിനെ പിന്നെ റെഡിയാക്കാൻ പിന്നെ കുഴപ്പമില്ല. അപ്പൊ കണ്ണന്റെ കുളി കഴിഞ്ഞു, കണ്ണൻ റെഡിയാക്കി. കണ്ണനെ കാണിച്ചു തരാട്ടോ. കണ്ണനെ കാണിച്ചു തന്നില്ലല്ലോ. എവിടെ കണ്ണൻ? കണ്ണന് ഷർട്ട് ഇട്ട് കൊടുത്തില്ലേ? കണ്ണന് എടുത്തോടുത്തോ പല്ലച്ചോ. ഇതാണ് നമ്മള് ഞാൻ പോവാന്ന അമ്മ ആ ചിഞ്ചു കയറിയുന്നു. അപ്പൊ എന്താ വേറെ റൂമൊന്നുമില്ലേ? ബാത്റൂമാണ്. ബാത്റൂം വേറെ അല്ലേ ഇവിടെ? അതാ ഇതെന്തെങ്ങനെ വെച്ചത്? ഞാൻ വീഡിയോ എടുക്കണേ. അതെ, ബാത്റൂമിന് ചിഞ്ചു കയറി. വേറെ ബാത്റൂം ഇല്ലേന്ന്. അത് ബ്ലൗസും ഒക്കെ ഇട്ടിട്ട് വേണ്ടേ റെഡി ആവാൻ പോകാനായിട്ട്. വിഷമിക്കില്ലേ, ഞങ്ങൾ ഇപ്പൊ റെഡിയാകും. 5 മിനിറ്റ് ഞാൻ സാരി എടുക്കാൻ വേണ്ടുള്ളൂ. 10 മിനിറ്റ് എനിക്ക് റെഡി ആവാൻ വേണ്ടുള്ളൂ. 15 ഇവിടെ എങ്ങനെ ഇവിടെ ആയിട്ട് നിക്കണം. അവിടെ അല്ല അപ്പോ എന്ത് തരയണേ? എങ്ങനെയുണ്ട് സാരി? എല്ലാവരും സെറ്റ് മുണ്ടുകളാണ്. എനിക്ക് സെറ്റ് മുണ്ടുകളൊന്നും ഇല്ലാത്തോണ്ട് ഇത് എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് മിസ്സായ സാരി. ഏത് പഴയതല്ലേ? നിങ്ങളൊക്കെ പുതിയതല്ലേ? ഏയ് അപ്പൊ അതിന്റെ ബ്ലൗസോ? അപ്പൊ അമ്മയ്ക്കോ സെറ്റ് മുണ്ട് പുതിയത്?
അപ്പൊ പാപ്പ പാപ്പ എവിടേക്ക് പോണേ? അതിനാരും വന്നില്ലല്ലോ. രണ്ട് എങ്ങനെയുണ്ട്? അയ്യോ കമ്മലില്ലേ? ആ കമ്മല് പ്രവീണെടുത്ത് ചോദിക്കട്ടെ. ചിഞ്ചു നോക്കി. ഹാപ്പി ആണോ? എല്ലായിടത്തും ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് പോകാം. കുഴപ്പമില്ലല്ലോ. കമ്മല് കിട്ടിയിട്ടില്ല കേട്ടോ. കമ്മൽ ഇതിന്റെ കമ്മലുണ്ട്, പക്ഷെ ബാക്കിലെ സംഭവമില്ല. ജൂലി അമ്മനെ കാണാൻ ഭംഗിയുണ്ടടാ. തേങ്ങ പക്ഷെ ബ്ലൗസിന് നമുക്ക് കിട്ടിട്ടോ. ബിരിയാണി ചെമ്പ് പൊട്ടിച്ചു. നല്ല മണം, നല്ല മണ്ട്. ബിരിയാണി ബിരിയാണി അപ്പൂസേ ബിരിയാണി കഴിക്കട്ടെ. അമ്മുട്ടി അയ്യോ അമ്മുട്ടിയല്ല. അയ്യോ എന്നിട്ടരുവോ? നിക്കട്ടെ, ഞാൻ വീഡിയോ എടുക്കട്ടെ. ചേച്ചി അല്ല എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഈ സാരി ആയതുകൊണ്ട് കുറച്ച് ഭംഗിയുണ്ട്. ഇതാളുടെ പപ്പിയുടെ അല്ലെങ്കിൽ പിന്നെ മാല മാത്രമായിട്ട് ഇടണായിരുന്നു. വേണ്ട ഇനി വേണ്ട ശങ്ക. പാവാ മുട്ടും ചിമ്പനും അവര് അതെ ഭക്ഷണം കൊണ്ടായിരുന്നു അവിടുത്തെ തോന്നുന്നുണ്ട്. ഇഷ്ടായ പൊന്നെ തലയിലെന്താ കിരീടൊക്കെയാ? അപ്പോ ഇതെന്തപ്പോ ബേബിയുടെ തലയില് കിരീടൊക്കെ ഉണ്ടല്ലോ. അറിഞ്ഞിട്ടില്ല തലേന്ന് സാധനം ഉണ്ട്. എന്തൊക്കെ പരിപാടികളുണ്ടെന്ന്. ഗോയിഷ് അങ്ങനെ ഞങ്ങള് ഓണം ലാസ്റ്റ് റെഡിയാക്കൽ ജിമ്മ് നേരത്തെ വിളിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഷോ സ്വീറ്റ് ഓക്കെ റെഡി ആയില്ലേ? അപ്പൂസേ വാ, ഇങ്ങോട്ട് വാ, ഞങ്ങൾ പോവാണേ. അപ്പോ കണ്ണൻ ഇറങ്ങി. കണ്ണു അയ്യോ 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 ഞങ്ങൾക്ക് സങ്കടമായി. എന്തിനും സങ്കടമായി?
വണ്ടിയില് ക്യാമറ അവിടെയാണ് അങ്ങോട്ട് നിൽക്കണല്ലേ ചില ടൈമിന് ക്ലിയർ വരുന്നുണ്ട് ചിലതില്ല. പോയി പോട്ടെ പോയിക്കോട്ടെ. ഒന്നില്ല ഒന്നും ഉറങ്ങിനെ അതാണ് കണക്ക് ശരിയാവാത്ത. ഉറങ്ങിണു ഇങ്ങനെ നോക്കുമ്പോ ഒന്നിനെ കാണാല്ലേ അപ്പൊ അങ്ങോട്ട് നോക്കി നാരങ്ങ കടിക്കില്ല അപ്പിയാണ് കൈയോട് പിടിച്ചിട്ടാക്കള്. അതാ അവര് രണ്ടാളും ഒരുമിച്ചാ. നീ വലുതായി വിസിലടിക്കുമ്പോ കേട്ടോ ഒരാളും കൂടി എന്നാ മതി 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 ഓക്കെ അല്ലേ? ചാട്ടല്ലേ ചാട്ട പോട്ടെ പോട്ടെ ചാട്ടാണ് പോട്ടെ. അയ്യോ അല്ല പാട്ടിങ്ങോട്ടെ നിങ്ങൾ വർത്താനം പറഞ്ഞ കേക്കൂലട്ടോ. ഫാസ്റ്റായിട്ട് നടക്കിപ്പോ ആയിട്ടില്ല ആയിട്ടില്ല നിന്നിട്ടില്ല പാട്ട് കഴിഞ്ഞിട്ടില്ല. ആ തൃശ്ശൂർ കളിയിൽ ജയിച്ചൊന്നുമില്ല.
അല്ലേ പപ്പേച്ച ഇനി എന്താ പറ്റിയ കൊണ്ടോളൂ എല്ലാവർക്കും ഒരേപോലെ വരാൻ പോവേ അവിടെ കട്ടാവട്ടെ ഒന്നും കൂടി അല്ല കുട്ടി ഞാനും മനസ്സിലാക്കി ഓർമ്മ തലമൊക്കിപ്പിടി ആ കറക്റ്റ് കറക്റ്റ് ആ പ്രൈസ് പോയി ഒന്ന് റൗണ്ട് വിട്ടിട്ട് വിടണ ഈ സാധനേ എന്നാലും ഇതാവോ അല്ലാതെ എല്ലാരും കൂടെ ഇങ്ങനെ വരുമോ ഒന്ന് വലിച്ചു കെട്ടിക്കോ പിന്നെ തിരിച്ചുകൂടെ കേട്ടോ ആ തൊടി കൂടെ കൂടെ പോയി വീഴട്ടെ ഒന്ന് സാരി ഇതാക്കട്ടോ പിടിച്ചോ ഇതെന്താ വള്ളിച്ചാട്ടോ ഈ കാലി കെട്ട് അങ്ങനെ കെട്ടി വട്ടം നീങ്ങണ്ടേ പണ്ടെന്ന് മണ്ണത്തെ ഉറച്ചു അതാ ടൈറ്റ് നടക്കാൻ വൈകുണ്ട് നടക്കാൻ പറ്റില്ല
എന്തിനും ഓരോ പൊതുവെ കുറച്ചുകൂടെ വന്നേ കുറച്ചുകൂടെ ചിഞ്ചോ കുറച്ചുകൂടെ നമ്മളെ വീഡിയോയിൽ പറഞ്ഞേ കുറച്ചുകൂടെ കൈ വെക്ക് രണ്ടാളും കൈ തന്നെ പൊക്ക് രണ്ട പൊക്ക് ഞാൻ റെഡിയാ പൊക്കിട്ടോ ഗൈസ് അങ്ങനെ ഗെയിംസിനോട് ആൾക്ക് വലിയ താല്പര്യമില്ല. ചേട്ടന്മാരൊക്കെ പോവാനായി. അപ്പൊ ഞങ്ങള് ഗിഫ്റ്റ് കൊടുക്കൽ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ലെമൺ സ്പൂണിന്റെ ജിംബു ജിംബു കണ്ണ കുത്തിടൂ കണ്ണോ ജിംബൊക്കെ ഏതിനാ അത് ഇങ്ങോട്ട് നോക്ക് ഓക്കേ. അല്ല ആരും ഷോർട്സിന് എടുക്കണ്ട തിങ്കെടുക്ക്. എന്താണ് ഫുൾ വീഡിയോ എടുക്കുക.
അമ്മക്ക് എവിടെ നോക്കണക്കാ താങ്ക് യു മനോട്ടാ. ഇവരൊക്കെ ഓപ്പൺ ആക്കി പിന്നെ എന്താ തുറക്കാം. അവരെന്നെ സെലക്ട് ചെയ്തു, അവരെന്നെ വാങ്ങി. അതാണ് ഈ എന്നെ നോക്കി മേടിച്ചാലടാ കള്ള കവറ് നോക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ എല്ലാവർക്കും ഒരേപോലെ പറ്റുള്ളൂ. ജിംബ ഇവരെ സന്തോഷം. പിന്നെ സെലക്ട് ചെയ്ത് പിന്നെ പാക്ക് ചെയ്തിരിക്കുക. ജലദോഷാണ് കേട്ടോ, ജലദോഷാണ്. റീനോട് ഞാൻ മാത്രമേ ഉള്ളൂ. മനസ്സിലുണ്ടോ വടപ്പലിക്ക്? മാമേനെ ഞാൻ ഇത്ര ചിന്തിച്ചേ ഞങ്ങളിത് ഇത്രയാണല്ലോ. ശ്രീരാജ് ഇതില് ഇവിടേക്ക് പോരെ. ശ്രീയേട്ടാ ആഞ്ഞു നോട്ടോ ചുറ്റും അങ്ങോട്ട് അവിടെ ചേർന്ന് പോയില്ല. അവര് 8 പേരും ഞങ്ങൾ 6 പേരും അല്ല 5 പേരും 5ഓ. അപ്പൊ അതെങ്കിലും പറഞ്ഞ എത്ര നേരം മാറ്റിയത്
ഗായ്സ് അങ്ങനെ അതിഗംഭീരമായി ഓണാഘോഷ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഏറ്റവും അടിപൊളിയായത് എൻ്റെ നാരങ്ങ സ്പൂണായിരുന്നു. എൻ്റെ വീഡിയോ അതിലുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മനേട്ടനോട് എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിനി ഡ്രസ്സൊക്കെ മാറട്ടെ. ഇനി നാളെ ഓണം ഇവിടെയാണ്. സദ്യ ഓർഡർ ചെയ്യാന്നൊക്കെ പറഞ്ഞിരിക്കണം. അങ്ങനെ അമ്മമാർക്കൊന്നും വയ്യ, പക്ഷേ സദ്യ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഹായ് ഓം, ഇതാ അമ്മയ്ക്ക് കപ്പ് കിട്ടി. ഇഷ്ടായ കേട്ടോ. ഹലോ. അപ്പോ കയ്യില് കൂടുതലാക്കല്ലേ. അത് ഇച്ചിരി എന്താണ് ഏതാ കിട്ടാത്ത? ഇത് ആര് മാമി? ഇത് ആര് വരച്ചേ? ഇത് അയ്യോ എന്ത് രസം. നല്ല രസമുണ്ടല്ലോ. അമ്മ വെയിലത്തിടാൻ പറഞ്ഞിട്ട് തന്നു വിട്ടതാണ് ഡ്രസ്സുകൾ. പക്ഷെ അവിടെ വെയിലൊന്നുമില്ല, പക്ഷെ ഒരു കാറ്റുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് കാറ്റത്തിടാം. രസമുണ്ടായിരുന്നു. എനിക്ക് പക്ഷെ കസവിന്റെ തന്നെ ബ്ലൗസും കസവിന്റെ സ്കേർട്ടും ആയിരുന്നു ആഗ്രഹം. അടുത്ത പ്രാവശ്യം ആക്കാം. ഓക്കെ, അപ്പൊ നിങ്ങള് തുണി വിരിച്ചിലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് തുണി അലക്കാനുണ്ട്. കുറേ തുണികള് ഞങ്ങളത് ഇവിടെ ഈ ഭാഗം കണ്ടോ, ഞങ്ങൾ ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ മിനിഞ്ഞാന്ന് എങ്ങോട്ടാ തോന്നുന്നു ഷീറ്റ് ഇട്ടു. അപ്പൊ ഞങ്ങൾക്ക് തുണികളൊക്കെ വിരിച്ചിട്ട് നല്ല സൗകര്യമായിട്ട്. മറ്റേ ഞങ്ങള് ഇപ്പൊ നേരത്തെ വിരിച്ചിട്ടില്ല, ആ ഭാഗത്ത് മാത്രമേ ഞങ്ങൾക്ക് വിരിച്ചിടാൻ സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മഴയൊക്കെ നല്ല ആയി കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ ഹാളിലാണ് തുണികളൊക്കെ വിരിച്ചിട്ടിരുന്നത് കേട്ടോ. പക്ഷെ ഇപ്പൊ നല്ല സൗകര്യമായി. 22,000 കണ്ട വന്നിട്ടുള്ളൂ ഇത് ഫുള്ള് ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ ചെയ്യാനായിട്ട്. അപ്പോ അതായി. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ തുണി വെച്ചാൽ സെറ്റായി. അപ്പൊ ഞാൻ വേഗം തുണി വാഷ് ചെയ്യട്ടെ കേട്ടോ, കാരണം മഴ വരുന്നുണ്ട്. അയ്യോ, ഇനി നാളെ അടുത്ത് ഓണം. ഇനി ഇതേ കുറച്ച് ക്ലീനിങ് ഉണ്ട്. അമ്മയ്ക്ക് പ്രാവശ്യം കുട്ടികളൊക്കെ ഉണ്ടായിട്ട് അമ്മയ്ക്ക് ക്ലീനിങ് ഒന്നും നടന്നിട്ടില്ല. സോ ക്ലീനിങ് ചെയ്യാനുണ്ട്. കിണറിന്റെ ഇവിടെ വെക്കണേ. എല്ലാരെയും കാണും ചെയ്യാം. അങ്ങനെ വരുമ്പോഴല്ലേ അവിടെ ഒറ്റക്കല്ലേ. നാളെ പോവാൻ അവളതാ പോണു. പോട്ടിട്ടൊക്കെ അടുത്തുണ്ടോ ഓരോന്ന്. എന്നെ കേട്ടില്ലേ? ഇതിനെ പിടിക്കാലോ. അങ്ങനെ ദേ അമ്മായിമാരെല്ലാവരും പോയി. അമ്മായിമാരെല്ലാവരും ഇല്ല കേട്ടോ, ഉഷമായി മാത്രമുള്ള സതിമാരും വന്നിട്ടില്ല. അങ്ങനെ അത് തുണികളൊക്കെ അലക്കാൻ തന്നു. കാരണം കുറച്ച് തുണികൾ ഞാനൊക്കെ വീട്ടിൽ നിന്ന് എൻ്റെ ഒരു ഡ്രസ്സേ കൊടുത്തിട്ടുള്ളൂ, കുറച്ച് ഇന്നേഴ്സ് മാത്രമൊക്കെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ കുട്ടികളുടെ പിന്നെ പഴയതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ കുട്ടികളൊക്കെ കുറച്ച് ഡ്രസ്സുകളെ കാണാനൊക്കെ കുറച്ച് ഡ്രസ്സുകളേ ഉള്ളൂ. ഈ കുട്ടിക്ക് കുറച്ച് ഡ്രസ്സുകൾ. അപ്പോൾ അലക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളെ കൺട്രോളൊന്ന് വിട്ടു പോകട്ടോ. അപ്പോൾ പെട്ടെന്നൊക്കെ അലക്കി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോഴാണ് നമ്മൾ അപ്പൂസിന് തിളങ്ങുന്ന വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ എനിക്കങ്ങ് സന്തോഷമായി. ഞങ്ങളുടെ വീട്ടിലെ കിണറിൽ നല്ല നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. ശരിക്കും ഒരു നീല കളറ് വെള്ളം പോലെ തോന്നും. അപ്പോൾ ആൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബക്കറ്റിൽ നിന്ന് കോരി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനും കുറച്ച് കുടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിണറ്റിലെ വെള്ളം. കിണറ്റിലെ വെള്ളത്തിൻ്റെ ലവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഞാൻ ആക്ച്വലി കിണറ്റിലെ വെള്ളത്തിൻ്റെ ഒരു ഫാനാണ് കേട്ടോ. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും തിളപ്പിച്ച വെള്ളം അങ്ങനെ നോർമലി കുടിക്കാറില്ല. പിന്നെ തിരക്കൊക്കെ വരുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കാറൊന്നുമില്ല. ബട്ട് ഞാൻ കിണറ്റിലെ വെള്ളത്തിൻ്റെ ഒരു ഫാൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ അതേ അലക്കലും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇന്നത്തെ ഓണം നമ്മളെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതേ കുറേ ക്ലീനിങ് പരിപാടികളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് ക്ലീനിങ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ എല്ലാം ഒന്നും ചെയ്യാനുള്ള സമയമില്ല, കാരണം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം കൂടെ നമുക്ക് നടക്കില്ലല്ലോ. അപ്പോൾ അതേ കുറച്ച് ജനലുകൾ വൃത്തിയാക്കലും
പിന്നെ തുണി അലക്കിയപ്പോൾ തന്നെ ആക്ച്വലി പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അടിച്ചു വാരലൊന്നും നമുക്ക് നടക്കില്ല, കാരണം ഇന്ന് അടിച്ചു വാരലും നാളെ അടിച്ചു വാരലും എല്ലാം കൂടെ നമുക്ക് നടക്കില്ല കേട്ടോ. കാരണം കുട്ടികളുള്ളതുകൊണ്ട് ഒന്നും അങ്ങോട്ട് വിടുമ്പോൾ ഒന്നും ഇങ്ങോട്ട് വിടും. കാരണം കണ്ണനും ഇഹക്കുട്ടിയും സെയിം പ്രായമല്ലേ, കണ്ണൻ എല്ലായിടത്തും കൂടെ എത്തും, ഇഹക്കുട്ടീനെ ഓരോടത്തും ഇങ്ങനെ ടേ നമ്മൾ അടിക്കും. അപ്പോൾ അതുകൊണ്ട് അവർ നോക്കിയെടുക്കാൻ ആക്ച്വലി ഭയങ്കര പാടാണ് കേട്ടോ. തറവാട്ടിലെ പശുക്കുട്ടന്മാരെ കാണിച്ചു തരണം, ബ്യൂട്ടിഫുൾ പശുക്കുട്ടന്മാർ. ഇതെന്താ ഞാൻ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിസ് ഓവർ ചെയ്യാനായിട്ട് തറവാട്ടേക്ക് വന്നാണ് കേട്ടോ. എൻ്റെ വീട്ടിലൊന്നും വോയിസ് ഓവർ ചെയ്യാൻ ഒരു പരിപാടി നടക്കുന്ന കാര്യമില്ല, കാരണം ഞാൻ മൈക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.